നമസ്കാരം. ശുഭദിനം, ശുഭചിന്ത. എത്തിടേണ്ട ദിശി ചെന്നെത്തും തടുത്തിന്നൊരാൾ, നിർത്തിയിടാൻ തുനിയേണ്ടഹോ നിയതി തന്നുദ്ദേശ്യമുദ്ദാമമാം. കുമാരനാശാൻ എഴുതിയ മനോഹരമായ ഒരു കവിതാശകലമാണ്. ഒരു ജീവി ഒരു നിയോഗവുമായാണ് ജന്മമെടുക്കുന്നത്. അത് പൂർത്തിയാക്കിയാൽ മടങ്ങുകയും ചെയ്യും. നിയതിയുടെ ഉദ്ദേശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉപകരണമാണ് ജീവികൾ. ഈ നിയോഗത്തെ ഈശ്വരേച്ഛ എന്നും നിയതി നിശ്ചയമെന്നും നിയോഗമെന്നും വിധി എന്നും മറ്റും വിവിധ പേരുകളിൽ നാം വിളിക്കുന്നു. നിന്റെ നെറ്റിയിൽ ദൈവം എഴുതുന്നത് നീ അനുഭവിക്കും എന്ന് ഖുർആൻ പറയുന്നു. കൃഷിക്കാരൻ രാജാവാകുന്നതും രാജാവ് യാചകനാകുന്നതും എല്ലാം ഈ നിയോഗം മൂലമാണ്. വിധിമഹിമ ആർക്കും തടുക്കാൻ കഴിയില്ല. നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വിധി നേരത്തെ നിശ്ചയിച്ചതിൽ കൂടുതൽ ഒരു നിമിഷം പോലും ഒരാൾക്കും ആയുസ് നീട്ടിക്കിട്ടുന്നതല്ല. സ്നേഹിക്കലും വെറുക്കലും പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ ഈ നിയന്ത്രണം ആർക്കും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നില്ല. വിധിവിഹിതം ഏവനും ലംഘിച്ചുകൂടുമോ എന്ന് എഴുത്തച്ഛനും ആർക്ക് വിധിയെ നിയന്ത്രിക്കാമെന്ന് ഷേക്സ്പിയറും ചോദിക്കുന്നു. അവനവനെപ്പറ്റിയുള്ള മതിപ്പ് നല്ലതാണ്. എന്നാൽ തന്നെ കവിഞ്ഞൊരാളില്ല എന്ന മട്ടിൽ പെരുമാറുന്നത് അഹങ്കാരമാണ്. ആ മതിപ്പുണ്ടെങ്കിലേ കർത്തവ്യ നിരതനാകാൻ കഴിയൂ. നിഷ്ക്രിയത്വം ആലസ്യത്തിൻ്റെ സന്തതിയാണ്. എല്ലാം ദൈവകൽപ്പിതം പോലെ വരും എന്ന് പറഞ്ഞ് മനസ്സിൽ ചെകുത്താനെ വളർത്തുന്നവർക്ക് പുരോഗതിയില്ല. ചെകുത്താന് കൂട്ടായി എത്തുന്ന കിങ്കരന്മാരാണ് അസൂയ, കുശുമ്പ്, അജ്ഞത, നിന്ദ, ചതി, കോപം, ഭയം, ഭീരുത്വം, വിഡ്ഢിത്തം, വിഷാദം തുടങ്ങിയവർ. സമയം ധനമാണ്. നേരെ ജോലികൾ ചെയ്യാതെ ഒരു നേരവും ആരും പാഴാക്കി കളയരുത്. അങ്ങനെയുള്ളവരെ കാലം പാഴാക്കി കളയും. അരമണിക്കൂർ സമയം കേവലം നിസാരമായി കണക്കാക്കുന്നതിന് പകരം ആ സമയം കൊണ്ട് വല്ല നിസാര കാര്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലത്. വിധിയെയും കർമ്മഫലത്തെയും നന്നായിട്ടറിഞ്ഞ് പ്രവർത്തിക്കുക. തക്ഷകൻ്റെ ദംശനമേറ്റു മരിക്കണമെന്ന് ശാപം കിട്ടിയ പരീക്ഷിത്തിന് അതിനെ തടുക്കാൻ പല ഉപായങ്ങൾ നോക്കിയിട്ടും സാധിച്ചില്ല. ശമീക മഹർഷിയുടെ പുത്രൻ ഗവിജാതൻ്റെ ശാപം ഫലിക്കുക തന്നെ ചെയ്തു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടും ദശരഥന് മകൻ രാമനെ രാജാവായി വാഴിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധമൊഴിവാക്കാൻ കൃഷ്ണൻ പലവരും ശ്രമിച്ചിട്ടും മഹാഭാരത യുദ്ധം ഉണ്ടായി. നെപ്പോളിയൻ്റെ വിജയത്തോടൊപ്പം അതിദയനീയമായ പരാജയവും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഗ്രന്ഥങ്ങളേറെ പഠിക്കലും വിധിവശാൽ ഉണ്ടാകും അറിവ് താൻ മുഖ്യമെന്ന് തിരുക്കുറളും പറയുന്നു. വിധിവിഹിതമനുസരിച്ചുള്ള അറിവ് മാത്രമാണ് പ്രയോജനം ചെയ്യുക എന്നർത്ഥം. കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയൻ ഒക്കെയും അങ്ങ് ശംഭോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പിണ്ടനന്ദിയിലൂടെയും ഉപദേശിക്കുന്നു. ആ അറിവിൻ്റെ വെളിച്ചത്തിൽ കർമ്മമനുഷ്ഠിക്കുക. നിയതി നിശ്ചയമനുസരിച്ച് കർമ്മഫലം വന്നുകൊള്ളും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമങ്ങളോടെ റെജി അമയൻ.